മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി നഗരസഭയിൽ UDFിലെ 2 വിഭാഗം പ്രവർത്തകർ ചേരിതിരിഞ്ഞാണ് ഭരണപക്ഷത്തിനെതിരെ സമരം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ TN സുരേന്ദ്രൻ പറഞ്ഞു. സമരങ്ങൾ നടത്തുന്നത് നഗരസഭയ്ക്ക് എതിർപ്പില്ല, എന്നാൽ വസ്തുതകൾ നിരത്തി ശരിയായ രീതിയിലാവണം സമരങ്ങൾ നടത്തേണ്ടത്. നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അഴിമതി കണ്ടുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഒട്ടേറെ വികസന പദ്ധതികൾ വടക്കാഞ്ചേരി നഗരസഭയിൽ നടത്തിക്കഴിഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കൗൺസിലർ PR അരവിന്ദാക്ഷൻ കേസിൽ പ്രതി മാത്രമാണ്. കുറ്റവാളി കോടതി ശിക്ഷിച്ചിട്ടില്ല. അടുത്തിടെ അരവിന്ദാക്ഷന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ കോടതി അവസരം നൽകിയിരുന്നു. നഗരസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത ശേഷമാണ് PR അരവിന്ദാക്ഷനെ അവധി അനുവദിച്ചത്. ഇനിയും അരവിന്ദാക്ഷനെ അവധി അനുവദിക്കും. നഗരസഭാ ചട്ടങ്ങളിൽ അവധി കൊടുക്കാമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണ് പ്രതിപക്ഷം അരവിന്ദാക്ഷന്റെ അവധിയെക്കുറിച്ച് ആരോപണങ്ങൾ നടത്തുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം നോക്കിക്കോ. കൗൺസിൽ എന്ന് പറഞ്ഞ UDF എന്ന് പറഞ്ഞ ഇവിടെ 17 പേരുണ്ടെന്നാണ് കണക്ക്. എത്ര കൗൺസിൽമാരിൽ പങ്കെടുത്തു അറിയില്ല, മുഴുവൻ ആളുകൾ ചെയ്യാന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ സമരത്തിന് വേണ്ടി പരസ്പരം 2 വിഭാഗം ആളുകൾ മത്സരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു സമരം കണ്ടു, അതിൽ കുറച്ച് ആൾക്കാരെ കണ്ടില്ല. അപ്പൊ അതിന് ബദലായി ഇപ്പുറത്ത് വന്ന് നോക്കണു, ഇവിടെ സമരം നടത്തുന്നു. ഇനി മറ്റേ വിഭാഗം വേറെ രീതിയിലുള്ള സമരം നടത്തും. അങ്ങനെ ഇങ്ങനെ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ടും മറ്റ് സംഗതികളൊക്കെ തന്നെ നല്ല ഫലപ്രദമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മറുപടി തയ്യാറാക്കുക. അങ്ങനെ തയ്യാറാക്കിയിട്ടാണ് ഈ സാധനം കൊടുക്കുക. നമ്മൾ ഒരു ലേബിലിറ്റിയും അങ്ങനെയാണെങ്കിൽ സെക്രട്ടറിക്ക് ലേബിലിറ്റി വരണല്ലോ. ഇതിൻ്റെ അതോറിറ്റി സെക്രട്ടറി ആണല്ലോ. ഒരു ലേബിലിറ്റിയും സെക്രട്ടറിക്ക് ഇത്ര രൂപ അടയ്ക്കണം ഞങ്ങൾ എന്ന് പറഞ്ഞ് വരണ്ടേ? അത് കഴിഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും മറ്റൊക്കെ തന്നെ പോകുന്ന നിലപാട് പൊതുജനത്തിലെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരവിന്ദാക്ഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം വരുന്നു. അരവിന്ദാക്ഷൻ റിമൈൻഡ് പ്രതിയാണ്. അരവിന്ദാക്ഷൻ പ്രതിയാണോ? കള്ളനോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദാക്ഷൻ പ്രതിയല്ല, അദ്ദേഹം റിമൈൻഡ് പ്രതിയാണ്, കുറ്റവാളിയല്ല. കുറ്റവാളിയാകണത് എങ്ങനെയാ? കോടതി വിധി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് കുറ്റവാളി. അരവിന്ദാക്ഷൻ കുറ്റവാളിയല്ല. കഴിഞ്ഞ ദിവസം അരവിന്ദാക്ഷന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് പരോള് ലഭിച്ചു, 10 ദിവസത്തെ ജാമ്യം ലഭിച്ചു. വിവാഹം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ അരവിന്ദാക്ഷൻ എങ്ങനെ കുറ്റവാളിയാവുന്നത്? വളരെ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ പറയുന്നുണ്ട്. അവിടെ സൂപ്രണ്ടിന്റെ അപേക്ഷ അടിസ്ഥാനത്തിൽ അരവിന്ദാക്ഷൻ 6 മാസം ലീവ് അനുവദിച്ചു. ഇനി അരവിന്ദാക്ഷൻ ലീവ് വരുന്ന മുറയ്ക്ക് ലീവ് കൗൺസിൽ അംഗീകരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ ഭാഗമായി ആളുകളെ ശരിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു അന്വേഷണ ഏജൻസിയായി കേന്ദ്ര ഏജൻസി മാറുന്നൊരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ആ കേന്ദ്ര ഏജൻസിയാണ് ഇപ്പോൾ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ വരട്ടെ. കുറ്റവാളിയാണെന്ന് അറിഞ്ഞാൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും സംരക്ഷിക്കില്ല. പക്ഷെ ഇപ്പോൾ അരവിന്ദാക്ഷൻ കുറ്റവാളിയല്ല, അരവിന്ദാക്ഷൻ പ്രതിയല്ല, അരവിന്ദാക്ഷൻ റിമൈൻഡ് പ്രതിയാണ്. റിമൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലഘട്ടത്തിനിടയ്ക്ക് വരുന്നൊരു സംഗതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്തൊക്കെ നിലപാട് സ്വീകരിച്ചാലും അരവിന്ദാക്ഷൻ്റെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുകൊണ്ടുള്ള കൗൺസിൽ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് കാര്യത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് നിങ്ങളോടൊന്ന് പറയണം. ശരിയായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതി ഉണ്ടാക്കണം. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook
ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്